പി സി ജോർജ് നിലപാട് തിരുത്തുന്നു. മാണി സാറിനോടും കേരള കോൺഗ്രസിനോടുമുള്ളതല്ല. നോട്ട് നിരോധനത്തിൽ ആദ്യം കയറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ അർപ്പിച്ച നിലപാട്. ഇപ്പോഴാണ് ജോർജിന് മനസ്സിലായത് നോട്ട് റദ്ദാക്കൽ എതിർക്കപ്പെടേണ്ടത് ആണെന്ന്. കള്ളനോട്ട് അവസാനിപ്പിക്കാൻ മോദി പ്രധാനമന്ത്രി എടുത്ത തീരുമാനം ശരി എന്ന് പത്രക്കാരോട് പറഞ്ഞ് ഏക കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ ഞാനാണ്, BJP ഒഴിച്ച്. ഞാൻ തന്നെ എൻ്റെ അഭിപ്രായം മാറ്റേണ്ട സാഹചര്യം പ്രധാനമന്ത്രി ഉണ്ടാക്കിയിരിക്കുക. ഇനി ശ്രീ പി സി ജോർജിനോട് ചില ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് മാറ്റം? ഒരു മനുഷ്യൻ ജനിക്കും മുതൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ചത്താലും മാറണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക് പക്ഷേ ആദ്യം മുതൽ എതിർപ്പ് ഉയർത്തിയല്ലോ. അത് ഐസക് മാറിക്കോട്ടെ, ഐസക് ഉയർത്തി കാട്ടരുത് കണ്ട് എനിക്ക് ഉയർത്താതിരിക്കാൻ പറ്റുമോ? ഐസക് മാത്രം ഉയർത്തത്തുള്ളൂ. ഓ അനിയൻ അങ്ങനെയല്ല, ഐസക് ഉയർത്തത്തുള്ളൂ, വേറെ ആർക്കും ഉയർത്താൻ മേല. ഞാനൊരു പാവമാണ്. പ്രതിപക്ഷം പോരാ എന്നാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ പ്രചാരണം. കേന്ദ്രത്തിൽ പ്രതിപക്ഷം എങ്ങനെ? ഇവിടെ പ്രതിപക്ഷമുണ്ടോ ഇന്ത്യയിൽ? അതാണ് ചോദ്യം. പട്ടാളത്തലവന്മാരെ വിളിച്ചുകൂട്ടി യുദ്ധസന്നാഹത്തോടുകൂടി ഒരു പ്രധാനമന്ത്രി നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ട് അതിലൂടെ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ 120 കോടി ജനം വലഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞ ഒരു പ്രക്ഷോഭണം, ഒരു ജനകീയ പ്രക്ഷോഭണം നടത്താൻ ഇന്ത്യയിലെ ദേശീയ കക്ഷികൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. CPM മനുഷ്യച്ചങ്ങല നടത്തുന്നുണ്ടല്ലോ. അവർ സ്ഥിരം ചങ്ങലക്കാരാണല്ലോ. ചങ്ങല കയ്യെ കൂടെ വീണം നന്നാവും ഈ ചങ്ങലയുള്ളവർക്ക്. അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയുന്ന സമരം ചെയ്യണം സഹാക്കന്മാർ, അല്ലാതെ അതിലെ രണ്ടു നാളെ കൊണ്ടുപോയിട്ട് ചങ്ങലയാണ് നമ്മൾ കൈപൊക്കി പിടിച്ചുകൊണ്ട് ആയില്ല. ഒരു പക്ഷത്തുമില്ലാത്ത പി സി ജോർജിന്റെ രാഷ്ട്രീയ പദ്ധതി ഇനി എന്താണ്? ഇന്ത്യയുടെ ഭരണ സംവിധാനം ഇപ്പോൾ പ്രാദേശിക കക്ഷികളുടെ കയ്യിലാണ്. അവരൊരു കോൺഫെഡറേഷൻ അല്ലാതെ ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ മറ്റു മാർഗമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കേരള കോൺഗ്രസും ഒരു പ്രാദേശിക കക്ഷിയല്ലേ? വലിയ പ്രശ്നം. അതെല്ലാം കൂടെ എങ്ങനെ യോജിക്കുന്നത്? അത് കൊട്ടയിൽ കൊള്ളുകയല്ലോ. കേക്ക് മാണി ഗ്രൂപ്പ്, മാണി ഗ്രൂപ്പ്, മാണിക്കകത്ത് ജോസഫ് ഗ്രൂപ്പ്, ജോസഫിനകത്ത് മോൾസ് ഗ്രൂപ്പ്, ആ ഒരു പാർട്ടി. പിന്നെ നമ്മുടെ KM ജോർജിൻ്റെ മകൻ്റെ പാർട്ടി. 33 കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഗ്രൂപ്പുണ്ട്. അതിനെല്ലാം കൂടെ യോജിപ്പിച്ചേക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് അതൊക്കെ പോട്ടെ, ചത്തുപോയവരെ പറ്റി മിണ്ടരുത്. കേന്ദ്രത്തിൽ അങ്ങനെ, കേരളത്തിലെ പ്രതിപക്ഷമോ? കേരളത്തിൽ പ്രതിപക്ഷം തീർന്നു. ആരാണ് പ്രതിപക്ഷം? പ്രമുഖ പ്രതിപക്ഷം കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഇന്ന് 3 കഷ്ണങ്ങളാണ്. 3 കഷ്ണം, നിങ്ങൾ എഴുതിയ 3 കഷ്ണമാണ്. ഉമ്മൻചാണ്ടിയെ അങ്ങോട്ട് കയറ്റുകയാണ്. സുധീരൻ മുഴുവൻ കൈയിളക്കി വെച്ചിരിക്കുക. രമേശ് ചെന്നിത്തല മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുക. ആരാ കോൺഗ്രസ് നേതാവ്? കുറേ DCC പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു, കുറേ ഫ്ലക്സ് കമ്പനിക്കാരൻ രക്ഷപ്പെട്ടെന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണവും കിട്ടിയില്ല. ഞാൻ ഉമ്മൻചാണ്ടി ഏറ്റവും കുറ്റം പറയുന്ന ആളെ ഞാൻ തന്നെ പറയുന്നു. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയറായ പ്രായം കുറഞ്ഞ ഒരു കോൺഗ്രസ് നേതാവാണ്. സീനിയറാണ്, പക്ഷെ പ്രായമില്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ജനകീയത കമ്പയർ ചെയ്താൽ ഉമ്മൻചാണ്ടിയാണ് ഇന്നലെ. K മുരളീധരൻ ഉണ്ടല്ലോ കോൺഗ്രസിൽ. കേസ് പിന്നെ സംസാരിക്കാതെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ അച്ഛനെ ഇട്ടേച്ച് പോയ കക്ഷിയാണ്. ഇതിനെ കൂടെ ഇതൊന്നും പറയിക്കണ്ട, പോട്ടെ. ഇനി അവസാനമായി പിണറായിയുടെ പോലീസ് നയത്തെക്കുറിച്ച് ഞാൻ പച്ചക്കെന്ന് പറയേണ്ട ചോദ്യമുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് 290 ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റയാണ് ഗുണമുള്ളതില്ല, എല്ലാം വൃത്തികെട്ടവന്മാർ. ആരാ ട്രെയിനിങ് കൊടുത്തത്? ആ ട്രെയിനിങ് കൊടുത്ത ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടിവെച്ച് കൊടുക്കട്ടെ. ചുമ്മാ മനുഷ്യൻ തല്ലാനും കൊല്ലാനും നടക്കുന്ന കുറേ ഏറെ തെണ്ടികൾ ശബരിമല പോലും വഴക്കുണ്ടാക്കാൻ നടക്കി വൃത്തികെട്ടവന്മാർ. ഈ ഗവൺമെൻറ് എങ്ങനെ കുറ്റം പറയും? ഈ ഗവൺമെൻറ് ട്രെയിനിങ് കൊടുത്തവന്മാരല്ല, കഴിഞ്ഞ ഗവൺമെൻറ് ട്രെയിനിങ് കൊടുത്തവന്മാരാണ്. മഹാലംബം പാലായിലിരിക്കുന്ന ഓരോന്നെണ്ണം, ഒരു ട്രാഫിക്കൊക്കെ ഇവരൊക്കെ കാല് വെട്ടിക്കളയും മനുഷ്യൻ. നോക്കിയോ, വലിയ താമസമില്ല. എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല, കൊന്നുകളയും ഞാൻ. 8-9 വയസ്സുള്ള പിള്ളേർ വണ്ടി ഇരുന്ന തെറ്റ് ചെയ്ത് പുറത്തോട്ട് കൈ ഇട്ടാൽ വിളിച്ചിറങ്ങി കുണ്ടിക്കിട്ട് അടിക്കുക.
ഇവനാരാ ഇത് വൃത്തികെട്ട മറ്റേണ്ടി? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. വക്രദൃഷ്ടിയിൽ വീണ്ടും ഇടവേള. ആറന്മുള സൂപ്പർ ലീഗ് ഇടവേളയ്ക്ക് ശേഷം. ഈ സൗഹൃദ ഫുട്ബോൾ മത്സരം പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന സംഘാടകരെ അഭിനന്ദിക്കുന്നു.